Hello guys, welcome back. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് Realme Narzo 20 ആണ്. ഈ അടുത്ത് ഇറങ്ങിയ നല്ലൊരു ഫോണാണ് Realme Narzo 20. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഗുണങ്ങളും പോരായ്മകളും ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് Realme XTയിലാണ്, ഫോണിലാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ കാരണം നമ്മുടെ ക്യാമറയ്ക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ഫോണിൻ്റെ അൺബോക്സിങ് ഷൂട്ട് ചെയ്തിരുന്നു, അതിനുശേഷം അടുത്ത ഷോട്ട്സ് എടുക്കാൻ നേരത്ത് നമ്മുടെ ക്യാമറയ്ക്ക് കംപ്ലയിൻറ്റ് പറ്റി. അതുകൊണ്ട് ഈ വീഡിയോയുടെ ക്വാളിറ്റി നമ്മളെ മുമ്പുള്ള വീഡിയോസൊക്കെ ആയിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇന്നത്തേക്കൊന്ന് ക്ഷമിക്കണം. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഫോണിൻ്റെ ബോക്സിൽ എന്തൊക്കെയായിരുന്നു കിട്ടിയതെന്ന് നോക്കാം. ഒരു യൂസർ മാനുവൽ, അതിൻ്റെ കൂടെ തന്നെ ഒരു സിം എജക്ടർ ടൂൾ, പിന്നെ നമ്മുടെ ഫോണ്, 18 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ, USB Type-C കേബിൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഫോണിൽ Type-C പോർട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ബോക്സിൽ കേസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇനി ഫോണിനെ കുറിച്ച് പറയുമ്പോൾ ഫോണിൻ്റെ പ്രൈസ് ആദ്യം തന്നെ പറയാം. 4GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഉള്ള ഈ ഒരു ഫോണിൻ്റെ വേരിയൻറ്റിന് 10,500 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. അതുപോലെ 4GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻറ്റിന് 11,500 റുപ്പീസാണ് വരുന്നത്. പിന്നെ നമ്മളൊരു ഇൻറ്റേർണൽ സ്റ്റോറേജ് കൂടുന്നതിന് മാത്രമായിട്ട് 1000 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ 2 കളർ വേരിയൻസ് ആണ് ഈ ഫോണിലുള്ളത്, ബ്ലൂവും അതേപോലെ സിൽവർ. ഈ 2 കളർ ഫോൺസും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നോക്കിയ സമയത്ത് സിൽവർ കളറാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത്. കുറച്ചുകൂടെ നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്നത് സിൽവർ കളറാണ്. ഫോണിൻ്റെ ഡിസൈന് നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ റിയൽമി സീരീസ് ആയിട്ടുള്ള C15 അതേപോലെ C12 പോലെയുള്ള ഫോണുകളുടെ ആ ഒരു ഏകദേശം ഒരു സെയിം ഡിസൈനാണ് വരുന്നത്. നാർസോ സീരീസിലുള്ള ഫോണുകളുടെ ഡിസൈൻ അല്ല. പിന്നെ നമുക്ക് ബാക്കിലായിട്ട് നമുക്കൊരു V ഷേപ്പിലുള്ളൊരു ടെക്സ്ചർ കൂടെ കാണാൻ കഴിയും. അതേപോലെ നല്ലൊരു ഗ്രിപ്പുള്ള ഡിസൈനാണ് വരുന്നത്. കയ്യിലൊന്നും പിടിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് തെന്നി വീഴാനുള്ള ചാൻസ് ഒന്നുമില്ല. പിന്നെ 208 ഗ്രാം വരുന്നുണ്ട് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. അത് 6000 mAh ബാറ്ററി ആയതുകൊണ്ട് തന്നെയാണ് അത്രയൊരു വെയിറ്റ് വരുന്നത്. എന്നാലും നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടൊന്നും അങ്ങനെ തോന്നുന്നില്ല. പിന്നെ ബാക്കിൽ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അതുകൊണ്ട് വലിയ ഒരു പ്രീമിയം ലുക്കുള്ള ഗ്ലാസ് ഡിസൈനൊന്നുമല്ല. പിന്നെ പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള ഒരു പ്ലാസ്റ്റിക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഫോണിൽ സ്ക്രാച്ച് ആവുന്ന ഇഷ്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫോണിലുണ്ടാവില്ല. ഫോണിൻ്റെ ഡൗൺ സൈഡിൽ നോക്കുമ്പോൾ ഒരു മോണോ സ്പീക്കറും Type-C പോർട്ടും മൈക്കുമാണ് കാണാൻ കഴിയുന്നത്. റൈറ്റ് സൈഡിൽ പവർ ബട്ടണും വോളിയം ബട്ടണും, ലെഫ്റ്റ് സൈഡിൽ ഒരു സിം ട്രേ മാത്രമാണുള്ളത്. സിം ട്രേയിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് കാണാൻ കഴിയും. അതായത് 2 സിമ്മും ഒരു SD കാർഡും നമുക്ക് സെയിം ടൈം യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ 2 സിമ്മിലും നമുക്ക് 4G വോൾട്ടേജ് സപ്പോർട്ടഡ് ആണ്. ടോപ്പിൽ നമുക്കൊന്നും തന്നെ കാണാൻ കഴിയില്ല. 6.5 ഇഞ്ചസിൻ്റെ HD+ IPS ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഒരു ഫുൾ HD ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇപ്പോൾ ഉള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളിലൊക്കെ ഫുൾ HD ഡിസ്പ്ലേസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത് ചെറിയൊരു പോരായ്മയായിട്ട് തോന്നി. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി പറയുമ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റി തന്നെയുണ്ട്. ഡേ ടു ഡേ യൂസേജിൽ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ്, ഫുൾ HD തമ്മിലുള്ള ക്വാളിറ്റി ഡിഫറൻസ് ഒന്നും കാണാൻ കഴിയില്ല. യൂട്യൂബിലൊക്കെ നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് ഒരു 1080p റെസൊല്യൂഷനിലിട്ട് വീഡിയോ കാണാൻ പറ്റില്ല എന്നുള്ള ആ ഒരു പ്രശ്നമേ വരുന്നുള്ളൂ. ക്വാളിറ്റിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ ഡിസ്പ്ലേ നല്ല വൈബ്രൻ്റ് ആണ്, കളേഴ്സൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ പുറത്തു നിന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തും അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. സൺലൈറ്റ് വിസിബിലിറ്റി ആവറേജ് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ വേറൊരു കാര്യം, ഇതിൽ വൈഡ് വൈൻ L3 സപ്പോർട്ടാണുള്ളത്, L1 സപ്പോർട്ടില്ല. അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം പോലെയുള്ള OTT പ്ലാറ്റ്ഫോംസിൽ നിന്ന് നമുക്ക് HD വീഡിയോ സ്ട്രീമിംഗ് കാണാൻ കഴിയില്ല. ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അതിലൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. പിന്നെ ഫേസ് അൺലോക്ക് ആണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി സൗണ്ട് ക്വാളിറ്റി പറയുമ്പോൾ അടിയിലായിട്ടാണ് ഇതിൻ്റെ സ്പീക്കർ വരുന്നത്. മോണോ സ്പീക്കറാണ്, നല്ല ക്വാളിറ്റി തന്നെ സ്പീക്കറിനുണ്ട്, അതിലൊന്നും ഒരു കുഴപ്പങ്ങളുമില്ല. കോൾ ക്വാളിറ്റി ആണെങ്കിലും നല്ല കോൾ ക്വാളിറ്റി തന്നെ നമുക്ക് ഫോണിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വരുന്ന എല്ലാ റിയൽമി ഫോൺസിലും ഉള്ള പോലെ തന്നെ ഡുവൽ മോഡ് ഓഡിയോ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതായത് ഒരു ബ്ലൂടൂത്ത് ഓഡിയോ ഡിവൈസ്, ഇപ്പോൾ അതൊരു സ്പീക്കർ ആയിക്കോട്ടെ, ഇയർഫോൺ ആയിക്കോട്ടെ, അങ്ങനെ ഏതെങ്കിലും ഒരു ബ്ലൂടൂത്ത് സൗണ്ട് ഡിവൈസും അതേപോലെ വയേർഡ് ആയിട്ടുള്ളൊരു സൗണ്ട് ഡിവൈസും നമുക്ക് സെയിം ടൈം ഫോണിൽ യൂസ് ചെയ്യാൻ കഴിയും. സെയിം ടൈം യൂസ് ചെയ്തുകൊണ്ട് അതിലെ പാട്ടോ അല്ലെങ്കിൽ അതിൽ വരുന്ന ഓഡിയോസൊക്കെ നമുക്ക് സെയിം ടൈം 2 ഡിവൈസസിലായിട്ട് കേൾക്കാൻ കഴിയും. ആൻഡ്രോയിഡ് 10ൻ്റെ കൂടെ റിയൽമി UI 1 ആണ് ഇതിലെ യൂസർ ഇൻ്റർഫേസ് വരുന്നത്. നല്ല യൂസർ ഇൻ്റർഫേസ് തന്നെയാണ്. നമുക്ക് ഈ റിയൽമി ഫോൺസ് യൂസ് ചെയ്തവർക്കൊക്കെ അറിയാം, നല്ല യൂസർ ഇൻ്റർഫേസ് ആണ്. പിന്നെ ആഡ്സിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ വളരെ കുറഞ്ഞ ആഡ്സ് മാത്രമാണ് അതിൽ വരുന്നത്. കുറച്ച് പരസ്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ, അതും നമുക്ക് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ MediaTek G85 ആണ് ഇതിലെ പ്രോസസ്സർ വരുന്നത്.
അതുകൊണ്ട് തന്നെ വളരെ നല്ല പെർഫോമൻസ് ആണ്. ഇതൊരു ഗെയിമിംഗ് പ്രൊസസ്സറാണ്. അപ്പോൾ ഗെയിമൊക്കെ വളരെ നന്നായിട്ട് തന്നെ നമുക്കിതിൽ കളിക്കാൻ കഴിയും. അതേപോലെ LPDDR4X RAM ആണ് വരുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് ഉള്ള ഒരു ഫോണാണിത്. ഡേ ടു ഡേ യൂസേജിൻ്റെ കാര്യത്തിൽ എന്തായാലും ഒരു പ്രശ്നങ്ങളുമില്ല. ഒരു ലാഗോ ഹീറ്റിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി ഗെയിമിങ്ങിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ PUBG നിരോധിച്ചു. എന്നാലും ഒരു ബെഞ്ച് മാർക്ക് പറയുമ്പോൾ PUBG നമ്മൾ കളിക്കുമ്പോൾ സ്മൂത്ത് അൾട്രയിൽ ഇട്ടിട്ട് നമ്മൾ കളിക്കുന്ന സമയത്ത് ഒരു ഏകദേശം ഒരു 38-39 ആ റേഞ്ചിലുള്ളൊരു FPS നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കളിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ നേരം കളിക്കുമ്പോൾ ചെറിയ ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ വരുന്നുണ്ട്. അതേപോലെ ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഹീറ്റിങ്ങും നമുക്ക് കാണാൻ കഴിയില്ല. നോർമൽ ഹീറ്റിംഗ് മാത്രമാണ് വരുന്നത്. ഇനി ക്യാമറയെക്കുറിച്ച് പറയുമ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. അതിൽ മെയിൻ ക്യാമറ 48 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേച്ചർ വരുന്ന മെയിൻ ക്യാമറയാണ്. ഇതിലെടുക്കുന്ന ഫോട്ടോസൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ്. ഔട്ട്ഡോറിലെടുക്കുന്ന ഫോട്ടോസും നല്ല ഡീറ്റെയിൽസും നല്ല കളേഴ്സും കാര്യങ്ങളൊക്കെ നാച്ചുറലാണ്. ഡൈനാമിക് റേഞ്ച് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താമായിരുന്നു. ഒരു ആവറേജ് ആയിട്ടാണ് നമുക്ക് തോന്നിയത്. ക്ലോസപ്പ് ഷോട്ട്സ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. കളേഴ്സും നാച്ചുറലാണ്. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. ഈ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്യാൻ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നി. ഇൻഡോറിൽ എടുക്കുന്ന ഫോട്ടോസ് ആണെങ്കിലും ഡീറ്റെയിൽസൊക്കെ നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. കളേഴ്സും ആക്യുറേറ്റ് ആയിട്ട് തന്നെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഓവറോൾ നല്ല ക്വാളിറ്റിയാണ്. നൈറ്റിൽ എടുക്കുന്ന ഫോട്ടോസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നൈറ്റ് മോഡും ഇതിൽ അവൈലബിൾ ആണ്. നൈറ്റ് മോഡ് ഉപയോഗിച്ച് കുറച്ചുകൂടെ നല്ല രീതിയിൽ നൈറ്റ് ഫോട്ടോസ് നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്. ഈ ഫോണിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു പോർട്രേറ്റ് ലെൻസ് അല്ലെങ്കിൽ ഡെപ്ത് സെൻസർ ഒന്നും കിട്ടില്ല. എന്നാൽ പോലും സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നല്ല രീതിയിൽ തന്നെ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ കഴിയുന്നുണ്ട്. എഡ്ജ് ഡിറ്റക്ഷനൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. 8 മെഗാപിക്സലിൻ്റെ f2.3 അപ്പേച്ചറുള്ള വൈഡ് ആംഗിൾ ക്യാമറയാണ്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് ഇതിൽ കിട്ടുന്നത്. ഇത് നല്ല ക്വാളിറ്റി തന്നെയാണ്. മെയിൻ ക്യാമറയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഡൈനാമിക് റേഞ്ചിൽ കുറവുണ്ട്. അതല്ലാതെ നമ്മൾ നോക്കുമ്പോൾ വൈഡ് ആംഗിൾ ക്യാമറ നല്ല ക്യാമറ തന്നെയാണ്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറയാണ് ഇതിൽ കിട്ടുന്നത്. ഇതും ഒരു ആവറേജ് ക്യാമറയാണ്. പിന്നെ ക്യാമറയിൽ നമുക്ക് HDR, ക്രോമ ബൂസ്റ്റ് പോലെയുള്ള ഫീച്ചേഴ്സാണ് കിട്ടുന്നത്. HDR ഉപയോഗിക്കുമ്പോൾ ഈ ഡൈനാമിക് റേഞ്ചിലെ ഇഷ്യൂസൊക്കെ ഒരു പരിധി വരെ പരിഹരിക്കുന്നുണ്ട്. പിന്നെ ക്രോമ ബൂസ്റ്റ് ഓൺ ആക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കോൺട്രാസ്റ്റ് കൂടിയ ഇമേജസ് ആണ് നമുക്ക് കിട്ടുന്നത്. 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഇതിൽ വരുന്നത്. സെൽഫി ക്യാമറയും നല്ല ക്വാളിറ്റി തന്നെയാണ്. പക്ഷേ ഒരു കുഴപ്പം പറയാനുള്ളത് സ്കിൻ ടോൺസ് ഒന്നും അത്ര നാച്ചുറലായിട്ടല്ല ക്യാപ്ചർ ചെയ്യുന്നത്. നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിലൊക്കെ ചെറിയൊരു പിങ്ക് ടോൺ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ക്യാമറ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവർ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് തരും. ബ്യൂട്ടി മോഡൊക്കെ ഓൺ ആയിട്ടാകും കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ മാക്സിമം ഡിസേബിൾ ആക്കാൻ ശ്രമിക്കുക. സെൽഫി ക്യാമറയിലെ പോർട്രേറ്റ് ഫോട്ടോസിനെ കുറിച്ച് പറയുമ്പോൾ ചില സമയത്തൊക്കെ എഡ്ജ് ഡിറ്റക്ഷനിൽ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഓവറോൾ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയൊക്കെ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യാമറയാണെന്ന് നമുക്ക് പറയാം. വലിയ അടിപൊളി ക്യാമറയാണെന്നും പറയാൻ പറ്റില്ല. ഇനി വീഡിയോ ക്വാളിറ്റി 1080p റെസൊല്യൂഷനിൽ 30 FPS-ലും 60 FPS-ലുമാണ് ഇതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നത്. വീഡിയോസ് നല്ല കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയൊന്നുമല്ല. ഇതും ഒരു ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ് ക്വാളിറ്റിയാണ്. അത് ഓരോ സ്ഥലത്തിനനുസരിച്ച് നമ്മൾ വീഡിയോ എടുക്കുന്ന സ്ഥലത്തിനനുസരിച്ചിരിക്കും. നമ്മൾ ഓവറോൾ ഒരു എബോവ് ആവറേജ് ക്വാളിറ്റി ആണെന്ന് പറയാൻ കഴിയും. പിന്നെ സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിലാവുമ്പോൾ സ്റ്റെബിലൈസേഷനൊന്നും നമുക്ക് കിട്ടില്ല. കുറച്ച് ഷെയ്ക്കൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഷെയ്ക്ക് വരുന്നൊരു സ്ഥലത്ത് നിന്ന് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണിത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ ഫുൾ HD റെസൊല്യൂഷനിൽ 30 FPS വരെയാണ് വീഡിയോ എടുക്കാൻ കഴിയുന്നത്. അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഫോണിൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റി കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് കാണാം. ഇതാണ് Realme Narzo 20യുടെ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്ന വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇത് കണ്ട് മനസ്സിലാകാം. അതേപോലെ വീഡിയോയുടെ സ്റ്റെബിലൈസേഷൻ നമ്മൾ നോക്കുമ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല കല്ലും മുള്ളുള്ള സ്ഥലത്തൂടെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എങ്ങനെ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് കണ്ട് മനസ്സിലാക്കാം. അതേപോലെ നമ്മളിപ്പോൾ റോഡിൻ്റെ അടുത്ത് നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഓഡിയോ നോയ്സൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്കിത് കണ്ട് മനസ്സിലാക്കാം. 6000 mAh വലിയൊരു ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ നമുക്കൊരു പ്രശ്നങ്ങളുമില്ല. വളരെ നല്ല ബാറ്ററി ലൈഫാണ്. നോർമൽ യൂസേജിൽ നമുക്ക് ഏകദേശം 6 to 7 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. പിന്നെ 18 വാട്ട്സിൻ്റെ ചാർജിങ് ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. 18 വാട്ട്സിൻ്റെ ചാർജറും നമുക്ക് ബോക്സിൽ കിട്ടിയിട്ടുണ്ട്. അതുപയോഗിച്ച് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് 0 to 100% ചാർജ് ആകാൻ എടുക്കുന്ന സമയം ഏകദേശം 4 മണിക്കൂറും 18 മിനിറ്റുമാണ്. അതേപോലെ റിവേഴ്സ് ചാർജിങ്ങും ഫോൺ സപ്പോർട്ട് ചെയ്യും. ഇനി ഫൈനൽ വേർഡിറ്റ് പറയുകയാണെങ്കിൽ
ഈ ഒരു ഫോണിൻ്റെ ഗുണങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ മികച്ചൊരു ഗെയിമിംഗ് പ്രോസസ്സർ തന്നെയാണ്. വളരെ നല്ല പെർഫോമൻസ് തരുന്ന നല്ലൊരു ഗെയിമിംഗ് പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ 6000 mAh വലിയൊരു ബാറ്ററിയും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആവറേജ് ആണ്. ക്യാമറയുടെ കാര്യങ്ങളൊക്കെ വലിയൊരു കുഴപ്പമില്ലാത്തൊരു ക്യാമറയൊക്കെയാണ് ഇതിൽ വരുന്നത്. വളരെ അടിപൊളി ക്യാമറ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിൽ ഫുൾ HD ഡിസ്പ്ലേ കിട്ടുന്നില്ല എന്നതാണ്. HD ഡിസ്പ്ലേ മാത്രമാണ് കിട്ടിയത്. ഫുൾ HD ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. എന്നാലും ഇത്രയും നല്ലൊരു പ്രോസസ്സറും ബാക്കിയുള്ള നല്ല ഫീച്ചേഴ്സൊക്കെ നോക്കുമ്പോൾ ഫുൾ HD ഡിസ്പ്ലേ ഇല്ലാത്തത് ഒരു പോരായ്മയായിട്ട് തോന്നില്ല. എന്നാലും ഡിസ്പ്ലേ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ചിലപ്പോൾ ഒരു പോരായ്മയായിട്ട് തോന്നിയേക്കാം. അപ്പോൾ ഇതാണ് Realme Narzo 20യുടെ റിവ്യൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളെല്ലാ ഞായറാഴ്ചയും 5 മണിക്ക് ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതൊന്നും മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.